എത്ര കോടിക്കണക്കിന് ആള് വന്നാലും ഈ ബോർഡ് ഭരിക്കാനുള്ളതാണ്. ഇത് പക്ഷേ സന്യാസി സംഘത്തിന് ഭരിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുക. മനസ്സിലായില്ലേ? അവരൊരു ബോർഡിനെ തെരഞ്ഞെടുത്ത് അവരെ കൊണ്ട് ഭരിപ്പിക്കുന്നു. അത് മനസ്സിലായെന്നറിയില്ല. പറ. ബോർഡിൽ അത് ആ ഭരണ കൊണ്ടുപോകത്തക്ക വിപുലമായി വരില്ലേ? വിപുലമായി വരുമെന്ന് പറഞ്ഞാൽ ഈ ഓരോ സ്ഥലത്തും ഭരണകൂടം ഉണ്ടായിരിക്കും. ഈ പ്രസ്ഥാനത്തിന്റെ 4 ഭാഗത്തുമുള്ള പ്രസ്ഥാനം ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ തെന്നിന്ത്യ എന്ന് വിചാരിക്കുക, 4 സംസ്ഥാനത്തു നിന്ന് ആളുണ്ടാവും. ഓരോ സ്ഥലത്തും ഇതിന്റെ മെമ്പറായിരിക്കും. മനസ്സിലായില്ല? അതുപോലെ അവിടെയുള്ള ഗൃഹസ്ഥാശ്രമ ഒരു വിശ്വാസി എന്ന് വിചാരിക്കുക, അയാളെ വെറും തള്ളാം. അയാൾക്ക് പണമില്ലെന്നും പറഞ്ഞ് വെളിയിൽ തള്ളാൻ പാടില്ല. മനസ്സിലായോ? പണവും വിദ്യയും ഇല്ലെന്ന് പറഞ്ഞ് ആ വിശ്വാസിയെ വെളിയിൽ തള്ളാൻ പാടില്ല. ജാതി ഒരിക്കലും കണ്ടുപോയെങ്കിൽ അതിനെ ഒപ്പോഴേ വെളിയിൽ തള്ളിക്കണം. ആ സെക്കൻഡിൽ കളഞ്ഞേക്കണം. അതിന് മാപ്പയില്ല, യാതൊന്നുമില്ല. സംഘത്തിന്റെ ബലം മാത്രം. രാഷ്ട്രീയത്തിൽ ആരെങ്കിലും തിരിഞ്ഞെങ്കിൽ അവരൊപ്പം വെളിയിൽ കളഞ്ഞു. മനസ്സിലാകുന്നു? അതെ, വേണ്ട. കാരണം ഈ ഇവിടെ ഇവര് ഭരിച്ചു വന്നിട്ട് ഇങ്ങനെയല്ലേ ആയത്. അതെ, ബോർഡില്ലാതെ പിന്നെ തെരഞ്ഞെടുക്കും. രജിസ്ട്രേഷൻ ചെയ്തിട്ട് തെരഞ്ഞെടുക്കും. തെരഞ്ഞെടുക്കുന്നെന്ന് വെച്ചാൽ അവര് മാറിപ്പോകുമെന്നല്ല അർത്ഥം. അവരുടെ ഒരു ഊഴം കഴിയുമ്പോ പിന്നെയും തെരഞ്ഞെടുക്കും അവരെ. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അത് മനസ്സിലാകുന്നുണ്ട്? ഇല്ല. ഈ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാര്, സന്യാസി ശിഷ്യന്മാര്, അപ്പൊ ഈ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാര് ഒരിക്കലും ഈ ആശയത്തിന് വിരുദ്ധമായിട്ട് ചെയ്യരുത്. അതൊരു നിയമമാണ്. നമ്മുടെ ഈ എന്താണ് ആ നിയമം? അങ്ങനെ ഒരു നിയമം വേണം. ഈ ബൈലയിൽ തന്നെ വേണം.